ഡി കെ ശിവകുമാർ തറപ്പിച്ച് പറയുന്നുണ്ട്, എനിക്ക് എൻ ഡി എയുടെ പിന്തുണ വേണ്ട, എൻ ഡി എ കോൺഗ്രസിന്റെ കാര്യം നോക്കണ്ട, അതൊക്കെ നോക്കാൻ ഞങ്ങൾക്ക് അധികാരമുള്ളവരുണ്ട്, ഞങ്ങളങ്ങ് നോക്കിക്കോളും. പക്ഷെ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തന്റെ കസേര ഉറപ്പിക്കാനായി വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു, കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കൂ, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പോ ഡി കെ പറയുന്നത് വാക്കാണ് ഏറ്റവും വലിയ ശക്തി, ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വാക്കാണ്. അത് ജഡ്ജിമാരാണെങ്കിലും ഏത് ഉന്നത പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും വാക്കിനാണ് വില. ആ വാക്കിന് വില നൽകാത്തവരെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയായി നിർത്തുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? അല്ല, ആ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നേർക്കുനേരെ നീളുന്ന ചോദ്യമാണല്ലോ. അദ്ദേഹമാണ് അതിന് ഉത്തരം പറയേണ്ടത്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞാൽ സാമാന്യ മര്യാദ എന്താ? സാധാരണ രീതിയിൽ ഒരു സാധാരണ മനുഷ്യൻ, രാഹുൽ ഗാന്ധിയെ പോലെ സ്റ്റേച്ചറുള്ള ദേശീയ പ്രതിപക്ഷ നേതാവൊന്നും ആവണ്ട, ഏത് മനുഷ്യനും വിളിക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് പോസിബിൾ മൊമെന്റിൽ വിളിച്ചിരിക്കണം എന്നാണല്ലോ. അപ്പോൾ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ, അതും ഡി കെ ശിവകുമാർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കൺഫ്യൂഷൻ വ്യാപകമായിട്ട് ഹൈക്കമാൻഡിനകത്തുണ്ട്. കർണാടക ഒരു വലിയ കീറാമുട്ടിയായി അവരുടെ മുമ്പിലുണ്ട്. എന്തൊക്കെയോ ആലോചനകൾ നടത്തിയിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷം വിളിക്കാമെന്നായിരിക്കണം ഉദ്ദേശിച്ചുള്ളത്. പക്ഷേ ഡി കെ പറഞ്ഞത് വളരെ ശരിയാണ്, വിളിച്ചു മറുപടി പറയണമല്ലോ രണ്ടിലൊന്ന്. അതും ഡി കെ ശിവകുമാർ ചില്ലറക്കാരനല്ല. ഇപ്പോൾ AICCയെ പോറ്റി വളർത്തുന്ന ശക്തികളുടെ ഒരാൾ കൂടിയാണ്. വലിയ വലിയ തോതിലുള്ള വരുമാനവും ഒക്കെ ഫണ്ട് റൈസർ അയാളാണ്. ഓൾ ഓവർ ഇന്ത്യ കോൺഗ്രസിന്റെ വലിയ ഫണ്ട് റൈസറാണ്. കേരളത്തിന്റെ ഫണ്ട് റൈസർ പ്രധാനമായിട്ടും ഡി കെ അല്ലേ. ഡി കെ ഒരു വലിയ ശക്തിയാണ്. അപ്പം അതുകൊണ്ട് ആ വഴിക്ക് രാഹുൽ ഗാന്ധിയെ ചൂണ്ടിയാണ് പറയുന്നതെങ്കിലും വാക്കുപാലിക്കാത്തവൻ എന്ന പ്രയോഗമൊക്കെ കടുത്ത പ്രയോഗമാണ് ഡി കെയുടെ ഭാഗത്ത് നിന്ന്. ഡി കെ കാരണം അങ്ങനെ മോശം വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാളല്ല, വളരെ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടെടുത്തോളം. ഏത് എതിർപ്പുണ്ടെങ്കിൽ ഇന്ന് വരെ സിദ്ധരാമയ്യക്കെതിരെ ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സംസ്കാരം അതുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, അത് ഡിസ്കസ് ചെയ്യേണ്ട, ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. എന്താണ് BJP കാത്തിരിക്കുന്നത്? കർണാടകയിൽ പൊളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്ത് പറ്റി BJPക്ക്? അല്ല, അതിപ്പം പൊളിച്ചാൽ അവർ വിചാരിക്കുന്നത് അവരുടെ ഒരു സ്വഭാവം സാർ ശ്രദ്ധിച്ചിട്ടില്ലേ, വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. RSSൻ്റെയും BJPയുടെയും അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP പൂർണ്ണമായിട്ടും വിട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ BJPയുടെ ശൈലിക്ക് പറ്റുന്ന ഒരു രാഷ്ട്രീയമല്ല അവിടെ. കുടുംബ രാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവും വളരെ വലിപ്പത്തിലായി. BJP ഇത് എല്ലായിടവും പൊളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിന് ഉദാഹരണം യു പിയിൽ, ബീഹാറിൽ അത് ഒരു പരിധി വരെ പൊളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ യെദ്യൂരപ്പയുടെ കുടുംബം, അയാളുടെ ഫാമിലി മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചില ജാതി രാഷ്ട്രീയം, ജാതിയുടെ ചില സമവാക്യങ്ങൾ അവർ തീരുമാനിക്കുന്ന ആളെ മത്സരിക്കും, അവർ തീരുമാനിക്കുന്ന. അപ്പോൾ ഈ രീതിയിൽ നിന്ന് മുക്തമാക്കാൻ അവിടെ അനുവദിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. യെദ്യൂരപ്പ BJPയെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അയാൾ ഞാനില്ലെങ്കിൽ BJP ഇല്ല എന്നുള്ളത്. അത് ഈ പ്രാവശ്യം തകർക്കാൻ നോക്കുന്നു. അപ്പോൾ അത് തകർക്കുന്നതിന് അല്ലെങ്കിൽ ഒരു 5 കൊല്ലം പോരാന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വീണ്ടും അവർ തിരിച്ചു വരുമ്പം അവരുടെ കസ്റ്റഡിയിൽ കൂടി BJP തിരിച്ചു വരണ്ട, അല്ലാത്തൊരു സമവാക്യത്തിൽ കൂടി ഒരു സോഷ്യൽ എഞ്ചിനീയറിൽ കൂടി തിരിച്ചു കൊണ്ടുവരുന്നതിനായിരിക്കും. അല്ലെങ്കിൽ തന്നെ പൊളിച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്താൽ അത് മാത്രമാണോ സർ? അല്ല, പറഞ്ഞോളൂ. പൊളിച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്താൽ അവർ വിചാരിക്കുന്ന പോലെ സെറ്റ് ചെയ്യുന്ന ഒരവസ്ഥയില്ല. മാത്രമല്ല, ഇപ്പം പൊളിച്ചിട്ട് ഇടക്കാലത്തേക്ക് BJP അനുകൂലമായിട്ടൊരു സംവിധാനം വന്നാൽ അടുത്ത പ്രാവശ്യം അവിടെ ഈ കോൺഗ്രസ് അത്ര മോശമൊന്നും അല്ലല്ലോ. അതെ, അല്ല, അടുത്ത പ്രാവശ്യം വീണ്ടും കോൺഗ്രസ് തോന്നുന്നില്ല. അവിടെ എന്താ വെച്ചാൽ, അവിടുത്തെ ഒരു കാര്യം സാറ് പറഞ്ഞ വളരെ കൃത്യമാണ്. കർണാടക ഈ കേരളത്തെക്കാളും ശക്തമായ സോഷ്യൽ സ്ട്രാറ്റ ഉണ്ട്. അപ്പോൾ അത് ജാതിയാണ്. ഒക്കാലിംഗ ലിംഗായത്ത്. ആ സമവാക്യങ്ങളിൽ സമർത്ഥമായി കളിച്ചിട്ടാണ് ഇപ്പുറത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും യെദ്യൂരപ്പയും തമ്മിലുള്ള കളി ഒക്കാലിംഗ ലിംഗായത്ത് കളിയാണ്. അതിൽ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ BJP വലിയ വിജയമാണ്. പക്ഷെ പരാജയപ്പെട്ട എവിടെയെന്നറിയോ? സാറ് പറഞ്ഞൊരു വാക്കിൽ അതുണ്ട്. UPയിൽ എന്തുകൊണ്ട് ഈ വലിയ മുന്നേറ്റം BJPക്ക് സാധ്യമായി? രാഷ്ട്രീയമായ RSS പോലും അല്ല യോഗി. അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സാറ് പറഞ്ഞ് എത്ര കൃത്യമാണെന്നറിയോ? ഒരു സംസ്ഥാനത്തിന് പറ്റിയവൻ എവിടെയുണ്ട് എന്ന് കണ്ടെത്തി മണത്ത് പിടിച്ചു കൊണ്ടുവന്ന് അവനെ ഏൽപ്പിക്കും. RSSന്റെ കടുത്ത എതിരാളിയാണ്. RSSനെതിരായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അമിത്ഷായുടെ അങ്ങ് കാലിബർ ഉള്ള ഒരാളെ, സന്യാസിയായ ഒരാളെ, അധാർമികമായ ഒരു ആരോപണവും നേരിട്ടിട്ടില്ലാത്ത ഒരാളെ, ഈ മറ്റെന്തൊക്കെ ആരോപിച്ചാലും അഴിമതി ആരോപിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലാത്ത ഒരാളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അമിത്ഷായുടെ വിജയം.
കർണാടകയിലെ പരാജയം അതല്ലേ സാർ? അതെ 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 ഉറപ്പായിട്ടും. യെദ്യൂരപ്പയുടെ പേരിൽ ഇല്ലാത്ത ആരോപണം. അതെ, അഴിമതി ആരോപണം. ഇനി യെദ്യൂരപ്പ മാത്രമോ? ആ, കർണാടകയിലെ BJPക്ക് കൂട്ടുകക്ഷിയായി കിട്ടിയ ജനതാദൾ എസിന്റെ കുടുംബം തന്നെ എന്താ സ്ഥിതി? മൊത്തം പോസ്കോ അഴിമതി വൃത്തികെട്ടവന്മാരുടെ കുടുംബം. ആ കുടുംബത്തെ മുഴുവൻ കൊണ്ടുവന്നിട്ട് BJPയുടെ ഘടകകക്ഷിയാക്കിയിട്ട് BJPക്ക് പോറ്റേണ്ടി വരുന്ന ആ തലവേദന മുഴുവൻ പേറേണ്ടി വന്നില്ലേ? ആ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയം കൂടി ആയിരിക്കണം. അതെ, ഞാൻ അതിനകത്ത് വളരെ കൃത്യമാണ്. യെദ്യൂരപ്പ അല്ലാത്തൊരാൾ വേണം. ജനതാദളിനെ കൂട്ടാതെ ഭരിക്കാവുന്ന സാഹചര്യത്തിലേക്ക് BJP വരണം. അതുവരെ കോൺഗ്രസ് കളിച്ചോട്ടെ. അതെ, അത് കളിച്ചു തീരും. അത് അവർക്കറിയാം. ആ ഒരു ബുദ്ധി കൂടിയായിരിക്കണം ഇപ്പൊ കളിക്കുന്നത്. പിന്നെ ഡി കെ ശിവകുമാർ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഡി.കെ. ശിവകുമാർ വന്നതിന്റെയും കാര്യം ഇതാണ്. ഇപ്പൊ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ജനപിന്തുണ വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ അത് അയാളുടെ അവസാന കാലത്തിലേക്ക് പോവുകയാണ്. കാരണം പ്രായം ഒരു വിഷയമാണല്ലോ. പ്രായമാണ് സർ. മാത്രമല്ല ഈ കടൽ കിഴവന്റെ അധികാരമോഹം ഭയങ്കരമല്ലേ. ഈ കേരളത്തിൽ ഇപ്പൊ ഈ ഹൈക്കമാൻഡിനോടല്ലേ ഇയാള് പറഞ്ഞത് എന്റെ അവസാന കാലമാണ്, അവസാനത്തെ ടേമാണ്, എനിക്കൊരു 2.5 കൊല്ലമെങ്കിലും ഞാൻ ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ DK ഉൾപ്പെടെ ഒതുങ്ങി കൊടുത്തിട്ടല്ലേ ഇയാൾ വന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാക്ക് ഉൾപ്പെടെ ഒതുങ്ങി കൊടുക്കേണ്ട അവസ്ഥ അയാൾക്ക് അവിടെ അന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പക്ഷെ വേറൊരു കാര്യമുണ്ട്. അത് ഇന്നത്തെ ചിത്രം മാറിയിട്ടുണ്ട്. ഇന്ന് DKയുടെ കൂടെ നിൽക്കുന്നവർ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ആരെങ്കിലും പറയുന്ന കൊട്ടക്കണക്കിന് കേൾക്കണ്ട, ഞങ്ങൾ പറയുന്നതും കേൾക്കണ്ട, ഇവിടുത്തെ MLA-മാരെ പേഴ്സണലായിട്ട് വിളിച്ചു ചോദിക്കും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സിദ്ധരാമയ്യയുടെ കൂടെ നിന്നവർ ഒരു മനസ്സ് മാറിയിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി എടുത്തോളൂ. ഹൈക്കമാൻഡിനോടാണ് ഈ സീനിയർ നേതാവ് സിദ്ധരാമയ്യ ഈ വാക്ക് പറഞ്ഞതെങ്കിൽ അത് പാലിക്കേണ്ട ബാധ്യത DKയുടെ അല്ലല്ലോ, ഹൈക്കമാൻഡിന്. ഈ ഹൈക്കമാൻഡിന് വല്ല അന്തസ്സുണ്ട് അല്ലേ? അതിനകത്ത് വേറെ കാര്യമുണ്ട് സാറേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തില് അതൊരു പേര് കൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഹൈക്കമാൻഡ് ഇത് നമ്മൾ രാജസ്ഥാനിൽ കമാൻഡില്ല, രാജസ്ഥാനിൽ കണ്ട് മറ്റു പലയിടത്തും കണ്ടതല്ലേ. അവർക്ക് നടക്കത്തില്ല. ഇവിടെ ഇപ്പൊ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം ഇയാളത് പറഞ്ഞപ്പോൾ ഇയാളുടെ പണി നോക്കാൻ പറയും. അത് പരസ്യമാക്കണ്ടല്ലേ പറഞ്ഞ നമുക്ക് അകത്തുള്ള ഒരു നാണക്കേട് വെളി കൊണ്ടുവരണ്ടെന്ന് വെച്ചിട്ട് അവർ പറയാത്തത്. ഈ സിദ്ധരാമയ്യ എടുത്തപ്പോൾ ആര് പറഞ്ഞാലും ഒരു DK ശിവകുമാർ ചിലപ്പോൾ പറഞ്ഞാൽ കേട്ടേക്കും, അയാളൊരു അന്തസ്സുള്ള അല്ലെങ്കിൽ അന്തസ്സിന്റെ ഒരു വിഷയമല്ല. മറ്റയാള് പറയും നടക്കത്തില്ലെന്ന് പറയും. അതോടുകൂടി ഹൈക്കമാൻഡ് തീർന്നില്ലേ? ആ ഒരു കാര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. സിദ്ധരാമയ്യ എടുത്ത് പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നില്ല. പണ്ടും ഇത് നോക്കിയതാ DK. ഇത് ആദ്യമേ തന്നെ സിദ്ധരാമയ്യയെ മാറ്റിയിട്ട് അവിടെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട് ഇരുന്ന DK ശിവകുമാറിനെ പോസ്റ്റ് ചെയ്യുന്നതിനാവുന്ന പണി 56 ഈ DK ശിവകുമാറിനെ വെക്കുന്നതിനായിരുന്നു ആർക്ക് താല്പര്യം? ഈ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ താല്പര്യം. പക്ഷെ മറഞ്ഞ് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് ഇത് 2.5 കൊല്ലം എന്ന് പറഞ്ഞിട്ട് അന്ന് സാർ ശ്രദ്ധിച്ചായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ചോദിച്ചു 2.5 കൊല്ലത്തെ കരാർ കൊല്ലമുണ്ട് സിദ്ധരാമയ്യ എന്ന് പറഞ്ഞത്. എന്ത് കരാർ? കണ്ടില്ലേ? ഇന്നലെ ഹൈക്കമാൻഡിൽ പോയി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പണ്ട് പറഞ്ഞ 2.5 എനിക്കൊരു 3 ആക്കി തന്നൂടെ. നവംബർ 20 2.5 കൊല്ലം കഴിഞ്ഞു. അടുത്ത 6 മാസം കൂടി നീട്ടി കിട്ടാനാണ് ഈ പറയുന്നത്. അത് പറയുമ്പോ ഇയാളത് പാലിക്കുന്നില്ല. അയാൾ അന്ന് പറഞ്ഞല്ലോ പാലിക്കത്തില്ലെന്ന്. അപ്പൊ അയാളുടെ മനസ്സിൽ ഇപ്പൊ അത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാക്കിന് ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് DK ശിവകുമാറിന്റെ ആ പ്രയോഗം ഉണ്ടല്ലോ, അത് രാഹുൽ ഗാന്ധിക്ക് സിദ്ധരാമയ്ക്കല്ല, രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിട്ടുള്ള അടിയത്. മനസ്സിലാവുന്നുണ്ട്? വാക്ക് അത് ഏറ്റവും വലിയ ശക്തിയുള്ള സാധനമാണ്. അത് പാലിക്കാൻ അതിൽ ഒരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വാക്ക് പറഞ്ഞ ആളാണല്ലോ സിദ്ധരാമയ്യ. അത് നിങ്ങളോടല്ലേ വാക്ക് പറഞ്ഞത്? ആ വാക്ക് പാലിപ്പിക്കാൻ ബാധ്യതപ്പെട്ടത് ആരാണ് എന്ന ചോദ്യമൊക്കെ ഉണ്ട്. എന്തായാലും DKയുടെ വാക്കുകൾക്ക് എനിക്ക് DK ഒന്നാമത് അയാൾ ഒരു ആസ് എ ബിസിനസ്മാൻ എന്ന നിലയിലും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന രീതിയിലും ഒരു വാക്ക് ഇന്ന് വരെ, ഞാൻ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, ഒരു മോശം വാക്കാ മനുഷ്യന്റെ വായിൽ വരെ. പിന്നെ വേറെ കാര്യമുണ്ട് സാർ, ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, നമ്മുടെ മമതയ്ക്കുള്ളത് പോലെ അല്ലെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് എന്നോ അടിഞ്ഞത് DKയുടെ ബലത്തിലാണ് നിന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ. കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപജയം സാർ ആദ്യമേ പറഞ്ഞതുപോലെ അതിലെ ജാതിയാണ്. ജാതി അഴിമതി രണ്ടും ഉണ്ട്. ജാതിക്ക് അതീതമായി DK ശിവകുമാറിന്റെ പേരിൽ അഴിമതി ആരോപണം വരാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം? അഴിമതി ആരോപണം ഉണ്ട്, അഴിമതിക്കാരനാണ്. ആ അഴിമതി ചെറുതല്ല. അഴിമതി അയാളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അഴിമതിയാണ്, വളർച്ചയാണ്. അതിന് അയാൾക്ക് ഇതൊക്കെ വില കൊടുത്ത് വാങ്ങാൻ മാത്രം ശേഷിയുണ്ട്. ഇതിൽ കൈയിട്ട് വരണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ജാതിക്ക് എതിരായി നിൽക്കുന്ന ഒരു പൊതു ഹിന്ദു ബോധം അയാൾക്കുണ്ട്. അതുണ്ട്. അത് അയാൾക്കുള്ളത്. ഞാൻ ആവർത്തിക്കുന്നു, വെറുതെ ആവില്ല BJP കാത്തിരിക്കുന്നത്. അല്ല, BJP ഇയാളെ അവിടുത്തെ നേതൃത്വം കൊടുക്കാനൊക്കെ BJP അക്സെപ്റ്റ് ചെയ്യണം. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു.
അയാൾ Yes. അംഗീകരിച്ച് വന്നാൽ മതി. ഒരു കാലം എനിക്ക് തോന്നുന്നു ഒരു വല്ലാതെ വൈകാതെ ഒരു കാലം വരും. അവിടെ BJPക്ക് കൊള്ളാവുന്ന ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ DK സുകുമാരൻ DK താല്പര്യപ്പെട്ടാൽ DK സുകുമാരൻ BJPയുടെ ലീഡർഷിപ്പിലേക്ക് വരാണ്. ഇപ്പൊ അല്ല അതിനുള്ള ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അസം മുഖ്യമന്ത്രി വന്നതുപോലെ Yes. വലിയ ഗുണമായിരിക്കും. ഹിമന്ത് ബിശ്വ എന്തുമാതിരി തീവ്ര കോൺഗ്രസ് അതെ അതുപോലെ വരാൻ സാധ്യതയുണ്ട്. അത് BJP വലിയ നേട്ടം ഉണ്ടാക്കും കേട്ടോ. ഇയാൾ ഭയങ്കര കപ്പാസിറ്റി. കാത്തിരിക്കാം. എന്തായാലും ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ കുറച്ചു കപ്പാസിറ്റിയും കാലിബറും മൂല്യബോധവും വാക്കിന് വിലയും അന്തസ്സും ഒക്കെ ഉള്ളവർ വരട്ടെ. അത് ഏത് സ്റ്റേറ്റിലായാലും. അതെ.